ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷ് വിത്ത് മേരി. യാത്രകൾക്കൊക്കെ പോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ഇന്ന് നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രക്കിടയിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും കാഴ്ചകളുമായി ബന്ധപ്പെട്ട് 10 വ്യത്യസ്തമായ വൊക്കാബുലറി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വൊക്കാബുലറിയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സോ ദാറ്റ് നമ്മളിങ്ങനെ കേട്ടു പോകാതെ എനിക്കൊന്നും ഈ വേർഡ്സ് ബ്രഷപ്പ് ചെയ്യാൻ കൂടെ നമ്മളെ സഹായിക്കും. നമ്മളിന്ന് നോക്കുന്ന മിക്ക വേർഡ്സും വേറെ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? So let's look into 10 unusual vocabulary related with traveling. യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളെ എന്താണ് വിളിക്കുന്നതെന്ന് അറിയാമോ? They are called hodophile. ഗ്രീക്ക് ഒറിജിനിലുള്ള ഒരു വാക്കാണ് hodophile എന്നുള്ളത്. So one who loves to travel is called a hodophile. ഈ ഹോഡോഫൈൽ ആയിട്ടുള്ള വ്യക്തികൾ യാത്രകൾ ചെയ്യുമ്പോൾ they are in a state of bliss. വളരെയധികം സന്തോഷവും സംതൃപ്തിയുമാണ് അവർ അനുഭവിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ ഗ്രീക്ക് ഒറിജിനുള്ള മറ്റൊരു വാക്കാണ് Eudaimonia. Eudaimonia is that happy and contented state when you travel. ചില സമയങ്ങളിൽ യാത്രകൾക്ക് പോകുന്നതിന് തൊട്ട് മുന്നേയായി നമുക്ക് ചിലതരം പേടികൾ, ആകാംക്ഷ അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സ്വീഡിഷ് ഒറിജിനിലുള്ള ഒരു വാക്കുണ്ട് ഈ ഒരു അവസ്ഥയെ എക്സ്പ്രസ് ചെയ്യാൻ. ഇറ്റ്സ് കോൾഡ് റേസ്ഫെബേ. റേസ്ഫെബേ ഇസ് ദാറ്റ് മിക്സ്ഡ് ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് എക്സൈറ്റ്മെന്റ് ബിഫോർ എ ജേർണി. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ദീർഘയാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടിനെയോ അല്ലെങ്കിൽ നാടിനെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ മിസ് ചെയ്യാറുണ്ടല്ലേ? എ കൈൻഡ് ഓഫ് ലോങ്ങിങ് ടു ബി വിത്ത് ദം. പോർച്ചുഗീസ് ഭാഷയിൽ ഈ ഒരു ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യാൻ മനോഹരമായൊരു വാക്കുണ്ട്. ഇറ്റ്സ് കോൾഡ് സോദാദ്. സോദാദ് ഇസ് a nostalgic longing to be near someone or something that is distant. ഓരോ യാത്രകളും ഒരു അനുഭവമാണ് അല്ലേ? വ്യത്യസ്തമായ വ്യക്തികളെയും അനുഭവങ്ങളെയും നമുക്ക് സമ്മാനിക്കുന്നു. അപരിചിതരെയൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരുതരം തിരിച്ചറിവില്ലേ? ഇവർക്കും നമ്മളെപ്പോലെ ഒരു ലൈഫ് സ്റ്റോറി കാണില്ലേ? ഇവരും നമ്മളെപ്പോലെ ഒരു ഉജ്ജ്വലവും സങ്കീർണവുമായ ഒരു ജീവിതമായിരിക്കുമല്ലോ നയിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ്. നമുക്ക് ഈ ഒരു തിരിച്ചറിവിനെ ബ്യൂട്ടിഫുൾ ആയി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാക്കുണ്ട്, Sonder. Sonder is that realization that each random passerby is living a life as vivid and complex as your own. യാത്രകൾക്കിടയിൽ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുവെങ്കിൽ നമുക്കതിനെ ട്രൂ വേ എന്ന് വിളിക്കാം. ഫ്രഞ്ച് ഒറിജിനുള്ള ഒരു വാക്കാണ് ട്രൂ വേ. ട്രൂ വേ is something lovely discovered by chance. ഈ ഒരു കൊച്ചു ജീവിതയാത്ര കൊണ്ട് ഇത്ര മനോഹരമായ ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾക്ക് അനുഭവിക്കുകയുള്ളൂ അല്ലേ? ഈ ഒരു അവയർനെസ്സിന് ഓണിസം എന്നാണ് പറയുക. ഓണിസം is that awareness of how little of the world you experience. കാടുകളിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ നെമോഫിലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. Nemophilist is one who's fond of forest and forest scenery. അതുപോലെ തന്നെ ബീച്ചുകളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മൾ Thalassophile എന്നാണ് വിളിക്കുന്നത്. Thalassophile are beach lovers or people who adore being near the ocean. യാത്രകൾക്കിടയിൽ one of the most beautiful sights എന്ന് പറയുന്നത് സൺറൈസും സൺസെറ്റും തന്നെയാണ് അല്ലേ? സൺസെറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡസ്ക്, ട്വൈലൈറ്റ്, സൺഡൗൺ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. സൺസെറ്റിന് തൊട്ടടുത്തൊരു സമയമുണ്ടല്ലോ, അധികം വെളിച്ചവുമില്ല എന്നാൽ അധികം ഇരുട്ടുമില്ല, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമുണ്ട്. ആ ഒരു സമയത്തെ പറയുന്നതാണ് Crepuscule. Crepuscule is that period of not the dark or light. I hope the session was informative. Happy learning everyone. See you all in another video. Thank you so much for watching. Thank you so much.